നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കരിങ്കല്ലിലുള്ളതിലെല്ലാം പഴയ ഹൊക്കാഗെയുടെ ശില്പങ്ങളാണ്. ഇടത്തുനിന്ന് തുടങ്ങുന്നു. ഇതാണ് ആദ്യത്തേത്, ഇത് രണ്ടാമത്തെ, അത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എറോക്ക സെൻസേ, അപ്പൊ അഞ്ചാമത്തെ ഹൊക്കാഗെ ആരാണ്? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആവാം. ചരിത്രത്തിന്റെ ക്ലാസ് രസകരമാക്കാൻ വേണ്ടി അവസരത്തിനൊത്ത് തമാശ പറയുകയായിരിക്കും അല്ലേ രൂക്ക? ഇദ്ദേഹത്തിന്റെ ശില്പമാണ് ആ മലയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹമാണ് മൂന്നാമത്തെ ഹൊക്കാഗെ. ഏറ്റവും ശക്തനും ബുദ്ധിമാനുമായിരുന്നു എന്നാണ് മൂന്നാമത്തെ ഹൊക്കാഗെ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പ്രൊഫസർ എന്നും വിളിച്ചിരുന്നു. അല്ല, നിങ്ങൾ ശരിക്കും ശക്തനാണോ? അതെ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതെ, നിർത്ത്. നിങ്ങൾക്ക് ഹൊക്കാഗെ എന്നുള്ള പട്ടം കിട്ടിയാൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഈ നാട്ടിലെ ഏറ്റവും ശക്തൻ നിങ്ങളാണെന്നാണ്. അതെയോ? എങ്കിൽ അഞ്ചാമത്തെ ഹൊക്കാഗെ ഞാനായിരിക്കും. ഞാൻ ശക്തനും സുന്ദരനുമാണ്. ഇപ്പോഴുള്ള മാർക്കിന് നിനക്കത് സാധ്യമല്ല.